മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരങ്ങളാണ് കലാഭവൻ നവാസും ഭാര്യയും നടിയുമായിട്ടുള്ള രഹന നവാസും. എല്ലാവർക്കും ഒരു സമയത്ത് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ തന്നെയായിരുന്നു നവാസും ഭാര്യയായ രഹനയും. സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നിരുന്ന ഈ താരദമ്പതികളുടെ വിശേഷങ്ങളും ആരാധകർ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് തന്നെയായിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കലാഭവൻ നവാസ് മരണപ്പെട്ടത്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു വിയോഗം തന്നെയായിരുന്നു. കാരണം മറ്റൊരു അസുഖങ്ങളും ഉണ്ടാകാതിരുന്ന നവാസിന് പെട്ടെന്നൊരു ഹൃദയാഘാതം വന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണമായി തീർന്നത്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗം തന്നെയായിരുന്നു കലാഭവൻ നവാസിൻ്റെത്. വളരെ കടുത്ത മാനസിക പ്രയാസങ്ങളിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള രഹനയും കടന്നുപോയത്. തങ്ങളുടെ ഉപ്പയെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും മക്കളും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വേദനയോടെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇവരുടെ കുടുംബത്തിൽ നിന്നും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നിരിക്കുന്നത്. നടി സംയുക്ത വർമ്മയുടെ പോസ്റ്റുകൾക്ക് പിന്നാലെയാണ് ഈ സന്തോഷം ഏറെ പേർ അറിഞ്ഞത് എന്ന് പറഞ്ഞേ മതിയാകൂ. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് രഹനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. 10 ദിവസത്തോളം തുടരുന്ന ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സസ് ആരംഭിക്കുകയാണ് രഹന ഡിസൈൻസ് എന്നാണ് ഈ ഒരു പദ്ധതിക്ക് അവർ നൽകിയിരിക്കുന്ന പേര്. 14 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ഓരോന്നും പഠിപ്പിച്ചു നൽകുക. മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ഒരു വെക്കേഷൻ സമയത്ത് എൻഗേജിങ് ആയിരിക്കാൻ ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെട്ടേക്കാം. എന്തായാലും ഒരു ചാറ്റ് ഗ്രൂപ്പും കൂടി രഹനാസ് ഡിസൈൻസിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയായിരിക്കും. മാത്രമല്ല 10 ദിവസത്തോളം മാത്രമുള്ള ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സുകളാണ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സന്തോഷമാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും രഹനയ്ക്ക് പുതിയൊരു മാറ്റമൊക്കെ വളരെ നല്ലതാണ് എന്ന് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത്. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം പൊതുയിടങ്ങളിലൊന്നും തന്നെ രഹനയെ പ്രേക്ഷകർ കണ്ടിട്ടേയില്ല. ഭർത്താവ് നവാസ് അഭിനയിച്ച അവസാന സിനിമയായിരുന്നു പ്രകമ്പനം എന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്ത് രഹനയും മക്കളും കാണാൻ വേണ്ടി എത്തിയിരുന്നു. അന്നായിരുന്നു അവസാനമായിട്ട് പൊതുവെ രഹനയെ പ്രേക്ഷകർ കണ്ടു. അന്നെല്ലാം വളരെ കടുത്ത വിഷാദത്തിന് അടിമപ്പെട്ടിരിക്കുകയായിരുന്നു രഹന. എന്നാൽ ഇപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ജീവിതം തന്നെ തുടങ്ങിയിരിക്കുകയാണ് രഹന. അതിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് രഹനയെ വരുന്ന പോസ്റ്റുകളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. മക്കൾക്ക് വേണ്ടി ധൈര്യത്തോടെ തന്നെ ഇതുപോലെ മുന്നോട്ട് പോകൂ, ജീവിച്ചല്ലേ മതിയാകൂ. ഇനി വിഷമങ്ങളെല്ലാം മറക്കണം. അതെല്ലാം മറന്ന് മക്കൾക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എൻഗേജ്ഡ് ആവുക. ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സ് അവിടെ നിന്നും ശാന്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ട് പോകൂ, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്, എല്ലാവിധ ആശംസകളും നേരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രഹന നവാസിനെ സപ്പോർട്ട് ചെയ്യാനായി എത്തിയിട്ടുള്ളത്. നിരവധി പേർ രഹനയ്ക്ക് ആശംസകളും അറിയിച്ചു. ഇനിയും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ രഹനയ്ക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് നിരവധി രഹന നവാസിനെയും കുടുംബത്തെയും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അഭിപ്രായം.